ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി പ്ലാറ്റിനമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ പോകാം. ഇതാണ് നമ്മുടെ വണ്ടി. ഇതുകൊണ്ട് ഇനി നമുക്ക് ഈ ട്രിപ്പ് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ആദ്യം പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ പാസഞ്ചേഴ്സ് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ പോകുന്നതിനാണെങ്കിൽ നമുക്ക് പാസഞ്ചേഴ്സിന് കുറച്ച് പാട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ബസ് ചെറുതായിട്ട് ഈ പോകുന്ന വാനിലൊന്ന് ഇടിച്ചു. 100% ഹെൽത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 99 ആയി. ഗൈസ്, അങ്ങനെ നമ്മൾ പോകുന്നതിനിടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ട്രിപ്പിലെ ഫസ്റ്റ് ലോഡിംഗ് മാപ്പ് എത്തിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഈ വഴിക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ വലിയൊരു വളവും ഒരു കയറ്റവും കൂടെ വരുന്നത് കാണാം. ഈ വഴി മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. അറിയാത്തവർക്ക് ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഈ മാപ്പിൽ ഒരുപാട് ഹിഡൻ സ്പോട്ട്സ് ഉണ്ട്. അവിടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറ്റിയ കാണിച്ചു തരാം. ഗൈസ്, പിന്നെ ഈ വഴിക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് ട്രക്കുകളൊക്കെ സൈഡിൽ കേടായിട്ട് കിടക്കുന്നതും അല്ലാതെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതുപോലൊരു ട്രക്ക് നമ്മൾ വരുന്ന ഇപ്പോഴും കണ്ടു. ഇതിനു മുമ്പ് ആ കയറ്റവും വളവും കൂടെ ഉള്ളതിൻ്റെ താഴെ ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഒരെണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോൾ വീണ്ടും മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഗൈസ് പിന്നെ നമുക്ക് നമ്മുടെ ഗ്യാരേജിൽ ഒരുപാട് ബസ്സുകളും പിന്നെ അശോക് ലൈലാൻഡിൻ്റെ ട്രക്ക്, ഭാരത് ബെൻസിൻ്റെ ട്രക്ക്, ടിമ്പർ ലോറി, പിന്നെ ഇന്നോവ ക്രിസ്റ്റ, സുപ്ര, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. നിങ്ങൾ പറയുന്ന വണ്ടി കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അതുകൂടാതെ കുറേ ഡേഞ്ചറസ് മാപ്പ് മോഡുകളുമുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതുകൊണ്ടെല്ലാം ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ വണ്ടികളോ മാപ്പ് മോഡ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം. ഈ വണ്ടിയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ തരാം. നിങ്ങൾ വണ്ടിയുടെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടാൽ മതി. ഗൈസ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളങ്ങോട്ട് കയറി കുറച്ച് നീങ്ങുമ്പോൾ തന്നെ ഒരു വണ്ടി ഇടിച്ച് നിൽക്കും, പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഗൈസ് അപ്പം ഞാൻ പറഞ്ഞ ഒരു ഹിഡൻ മാപ്പ് ഇതാണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയിട്ട് ഒരു വഴി രണ്ടായിട്ട് തിരിയും. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്താൽ മതി. പിന്നെ നിങ്ങളിതിലേക്ക് കൂടെ കാറും കൊണ്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, കാരണം അടി തട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് ബസ്സും കൊണ്ട് ലോറി അങ്ങനെയൊക്കെയുള്ള വലിയ വണ്ടികളും കൊണ്ട് വന്നാൽ ബാക്ക് ഇടിക്കാനോ അല്ലെങ്കിൽ അടി തട്ടാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളിതിലേക്ക് കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്താണ് എത്തുന്നത്. ഇവിടെ നമുക്ക് കാറൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് തിരിക്കാം, ബസ്സാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാം. അപ്പോൾ നമ്മുടെ ബസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ തമ്മിലിടാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കട്ടെ. ഗൈസ് അപ്പം നമുക്കിനി ഇവിടുന്ന് പോകാം. നിങ്ങൾ വലിയ ബസ് അല്ലെങ്കിൽ ലോറിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒറ്റ ഒടിഞ്ഞ് ഇതിലേ കൂടെ ഒടിഞ്ഞു പോകാൻ പാടായിരിക്കും. കാറല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ വണ്ടികളാണ് എളുപ്പം, അല്ലെങ്കിൽ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് തിരിച്ചാലും മതി. ഗൈസ് നമ്മൾ ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ റോഡിൽ തന്നെ നമ്മളെത്തും. പക്ഷേ ചെറിയൊരു വഴിയാണ്, നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഗൈസ് അപ്പം നമ്മൾ ആ ഹിഡൻ റൂട്ട് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം.
ഗൈസ് പിന്നെ നമുക്ക് ഈ റൈറ്റിൽ കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, അത് അപ്പുറത്ത് തന്നെ എത്തും. ഞാൻ വേണമെങ്കിൽ ഇനി വേറൊരു വീഡിയോ അങ്ങോട്ട് പോകുന്നതായിട്ട് ചെയ്യാം. കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ വണ്ടികൾ കേടായിട്ട് കിടക്കുന്നു റോഡ് സൈഡിൽ. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നു? ഗൈസ് അപ്പം നമ്മളിനി പോകുന്ന അത്യാവശ്യം നല്ല ഇറക്കമുള്ള വഴികൾ കൂടെയാണ് കേട്ടോ. നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ വീണ്ടും മഴ പെയ്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ അപ്പുറത്തുനിന്ന് വണ്ടി നമ്മളത് അപ്പുറത്തെ ട്രാക്കിൽ കൂടെ റോങ് കയറി. പക്ഷെ ഇങ്ങനെ അന്ന് ആരും ചെയ്യാൻ പാടില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഗൈസ് അപ്പോൾ അങ്ങനെ ലോഡിംഗ് മാപ്പ് എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത മാപ്പ് എത്തിയിട്ടുണ്ട്. ഇവിടെ മഴയ്ക്ക് കുറവൊന്നുമില്ല, നല്ല മഴ തന്നെയാണ്. ഈ റോഡിൽ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പം റോഡ് രണ്ടായിട്ട് തിരിയും. ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ ഈ മാപ്പ് ഓടി തീർന്ന് നമുക്ക് അടുത്ത ലോഡിംഗ് മാപ്പ് വന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഈ മാപ്പ് കൊണ്ട് നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തും. கட்டிக்கவா
നമ്മുടെ വണ്ടി ഇടയ്ക്കൊക്കെ ഇടിച്ച് ഹെൽത്ത് 96% ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിക്ക് പുറത്തുനിന്ന് കാണാൻ വലിയ തകരാറൊന്നുമില്ല, പക്ഷേ ഹെൽത്ത് അത്ര കുറഞ്ഞു, 4% കുറഞ്ഞു പോയി. നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇവിടെ എടുത്തെത്താറായി. ഇനി ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തും. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ ഏതാ വണ്ടിയാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും ആ വണ്ടി കൊണ്ടുവരായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ പാസഞ്ചേഴ്സിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മാപ്പ് മോഡ് വേണോ അതോ ഇതിനകത്തുള്ള മാപ്പ് മതിയോ, ബസ് സിമുലേറ്റർ ഇന്ത്യ വേണോ ഇന്തോനേഷ്യ വേണോ, അതോ നിങ്ങൾ പറയുന്ന വണ്ടി നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോകൾക്ക് പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.